The winner for the Best Debutant Director Telugu is Nand Kishore Mani for 35 Chinna Katha Kodu. Thank you, Saima. Thank you, jury. Thank you, audience. And చాలా స్పెషల్ అండి ఇది. This belongs to the entire team. వాళ్ళందరి తరపున ఈరోజు తీసుకుంటున్నట్టుంది. థ్యాంక్స్ ఫర్ సపోర్టింగ్ మీ అండ్ థ్యాంక్ యూ, సైమా. The best debutant director goes to Mr. Thamizharasan Pachamuthu for Labbar Pandu. ப்ரோ ஃபர்ஸ்ட் ஆஃப் ஆல் வாழ்த்துக்கள் ப்ரோ. முதல்ல நன்றி சைமா டீமுக்கு. துபாய் வரைக்கும் என்னை வர வச்சு சைமா அவார்டு கொடுத்ததுக்கு ரொம்ப சந்தோஷமாக இருக்குது. ஸோ உங்களுக்கு கிரிக்கெட் உண்மையாக ரொம்ப பிடிக்குமா ப்ரோ? கிரிக்கெட் மட்டும்தான் ப்ரோ தெரியும், பிடிக்கும். ஒரிஜினல் கிரிக்கெட் பிளேயர்ஸே வச்சு இந்த படத்தை எடுத்திருந்தா கெத்தி தினேஷ் யாரு, ஹரிஷ் யாரு? டேட் யார் கொடுக்குறாங்களோ 2 பேரும் அவங்கள. அதான் பதிலே யாரையும் மட்டும் சொல்ல மாட்டீங்க. ஓகே, இதுக்கப்புறம் உண்மையிலேயே நீங்கள் தோனியை கேட்டாலும் கொடுப்பாரு, கோலியை கேட்டாலும் கொடுப்பாங்க. ஸோ அந்த அளவுக்கு படத்தை எடுத்து ஹிட் கொடுத்துருக்கீங்க. வாழ்த்துக்கள் உங்களோட அடுத்த படங்களுக்கும். சூப்பர். Best Debutant Director Malayalam, Jojo George. എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ സൈമ അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് അഭിനയത്തിനാണ്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്തു. അതിനെനിക്ക് ഇങ്ങനൊരു അവാർഡ് തന്നതിന് സൈമ താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ എല്ലാ ഡെബ്യൂ മലയാളം ഫിലിം മേക്കേഴ്സിനെയും ഓർക്കുന്നു. വളരെ നല്ല വർക്കുകളായിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയത്. എനിക്ക് തന്ന ഈ പ്രോത്സാഹത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ஜோஜோண்ணா ஒரு நிமிஷம் கொஞ்சம் தமிழ்ல பேசலாமா? உங்களோட கூட உலக நாயகன் கமல்ஹாசன் சார் ஆக்ட் பண்ணியപ്പോൾ உங்களுக்கு எப்படி இருந்தது? அது ஏன் உலகத்தை மாத்தியாச்சு. கமல் சார் மாதிரி ஒரு லெஜெண்ட் என்னை பற்றி பேசுறது, என் பேரே சொல்றது அவ்வளோ பெருமை. താങ്ക് യു കമൽ സാർ. നൈസ്. ജോജേട്ടാ ഞാനും അങ്ങോട്ട് വരാം. കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ജോജേട്ടൻ്റെ ഒരു യാത്ര കാണുമ്പോൾ പണ്ട് ഫുട്ബോൾ താരം മെസ്സി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു സെൻസേഷനാണ് എന്ന് ലോകം അറിഞ്ഞ സമയത്ത് തലക്കെട്ടുകളൊക്കെ ആയിരുന്നു, നമുക്കൊരു ഓവർനൈറ്റ് ഒരു സ്റ്റാറിനെ കിട്ടി, ഒറ്റ രാത്രി കൊണ്ട് ഒരു താരത്തെ കിട്ടിയെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒറ്റ രാത്രി കൊണ്ട് ഒരു താരമാവാൻ എനിക്ക് 17 വർഷം എടുക്കേണ്ടി വന്നു എന്നുള്ളത്. അത്രയും ഗംഭീര ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരുപാട് കാലത്തെ സ്ട്രഗിൾ. പക്ഷെ അത് കഴിഞ്ഞുള്ളൊരു യാത്ര ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് പറയണം. അതിനായിട്ട് തന്നെ വന്നതാണ്. കാരണം ആ 17 വർഷത്തെ അല്ലെങ്കിൽ ഇത്രയും കാലത്തെ സ്ട്രഗിളിന് ശേഷം നടനാവുന്നു, നായകനാവുന്നു, പ്രൊഡ്യൂസറാവുന്നു, സിംഗറാവുന്നു, ഇപ്പതാ പുതുമുഖ സംവിധായകനാവുന്നു. കമൽ സാറിനെയൊക്കെ പോലെയുള്ള ആളുകൾ പുകഴ്ത്തി പറയുന്നു. ഏറ്റവും രസം എന്താ വെച്ചാൽ പുതുമുഖ സംവിധായകനായതിനു ശേഷം കുറേ ആളുകൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു, അവരെയും സിനിമയിലേക്ക് കൊണ്ടുവരുന്നു. അതൊരു ചെറിയ കാര്യമല്ല. അതിന് നമ്മൾ മനസ്സറിഞ്ഞൊരു കയ്യടി കൊടുത്തേ പറ്റുള്ളൂ. എന്താണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളോട്, ഇപ്പോൾ സിനിമയെ സ്വപ്നം കണ്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ജോജു ചേട്ടൻ അവരോട് സംസാരിക്കുമ്പോൾ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്കൊരു പ്രത്യേക സന്തോഷമായിരിക്കും. ജോജു ചേട്ടൻ പറയുമ്പോൾ അത് അവരുടെ മനസ്സിലെത്തും. എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം ആഗ്രഹം. അതുകൊണ്ട് മാത്രം ഞാൻ 18 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ നടന്നു. പിന്നീട് എപ്പോഴോ ഞാൻ പോകുന്ന വഴി ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അതിന് ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ആൾ തന്നെയാണ് കമൽ സാർ. കാരണം ഇന്ത്യൻ സിനിമയിൽ കമൽ സാർ കൊടുത്തുള്ള കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം സൈമ എനിക്കൊരു അവാർഡ് തന്നു, ഇരട്ട എന്നുള്ളൊരു സിനിമയിലെ അഭിനയത്തിന്. താങ്ക് യു സൈമ. അതിന് ഞാൻ എൻ്റെ ഏറ്റവും വലിയ റെഫറൻസ് നോക്കിയാൽ 38ഓളം ഡബിൾ വേഷങ്ങളും പലതും ചെയ്ത കമൽ സാർ തന്നെയായിരുന്നു. എൻ്റെ പണി സിനിമ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ആദ്യം കാണിച്ചത് മണിരത്നം സാറിനെയാണ്, പിന്നെ കാണിക്കാൻ പറ്റിയത് കമൽ സാറിനെയാണ്. അവർ പറഞ്ഞ കമൻസ് എല്ലാം അത് ആ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പഠിക്കുക, 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 സ്റ്റഡി, സ്റ്റഡി, സ്റ്റഡി. കാരണം ഇതൊരിക്കലും പഠിച്ചത് കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ ഡയറക്ടറാണെങ്കിലും ആക്ടറാവണമെങ്കിലും എല്ലാം ആദ്യം സിനിമ പഠിക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട്
ബാക്കിയുള്ളത് പഠിച്ചാൽ കറക്റ്റാവുമെന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം എൻ്റെ അഭിപ്രായമാണ്, ഇതൊന്നും ശരിയാവണമെന്നില്ല, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം. അപ്പോൾ ഇനി വരുന്ന എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. നല്ലൊരു മൊമെൻ്റ് എനിക്ക് ഈ അവാർഡ് അമൽ സാറിൻ്റെ മുന്നിൽ വെച്ച് വാങ്ങാൻ പറ്റിയതിൽ വലിയ സന്തോഷം. താങ്ക് യു സൈമ. താങ്ക് യു ജോർജ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. താങ്കളുടെ പഠനം താങ്കളുടെ ആദ്യത്തെ സംവിധാനത്തിൽ തന്നെ അത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പോൾ അഭിനയത്തോടൊപ്പം ഇനിയും നല്ല നല്ല സിനിമകളും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണം, ആ ഒരു പ്രതീക്ഷയിലാണ്. താങ്ക് യു സോ ഐ മച്ച്. വിൽ ട്രൈ. താങ്ക് യു.